നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷംസീർ അടക്കമുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് വിദേശത്ത് നിന്ന് അവർ വിലപിടിപ്പുള്ള ബാഗ്, വസ്ത്രങ്ങൾ ഇതൊക്കെ സമ്മാനമായി എത്തിച്ചു എന്നൊക്കെ തന്നെ ആരോപണങ്ങളുണ്ട്. എന്തായാലും അവർ വിവിധ വകുപ്പുകളിൽ നിന്ന് നേടിയെടുത്ത കരാറുകളുടെ ഭാഗമായി കമ്മീഷൻ വലിയ തോതിൽ ഈ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ വിതരണം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ബിന്ദു മേനോൻ്റെ ഒരു പ്രവർത്തന രീതി. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ പയ്യെ KSRTCയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി. KSRTCയിൽ സെൻട്രൽ എന്ന ഓർഡിനൻസ് വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന പ്രമോദ് ശങ്കർ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനുണ്ടെന്നാണ്. ആ ഉദ്യോഗസ്ഥനെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഇവർ KSRTCയിൽ നിന്നുള്ള പർച്ചേസ്, ടയർ റിട്രേഡിങ് അതിൻ്റെയൊക്കെ കരാറുകൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തി എന്ന് നമ്മൾ മനസ്സിലാക്കും. സുഹൃത്തുക്കളെ, പിന്നൊരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ KSRTCയുടെ ഭരണം തന്നെ അങ്ങ് ഏറ്റെടുത്തു എന്നാണ്.